Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ആഹാ, ഇത് മോസ്റ്റ് ഫേമസ് ട്രംപറ്റ് പ്ലെയർ ആണല്ലോ, ഡോഗർമാൻ ഭാവു. വാ, നമുക്ക് പോയി ട്രംപറ്റ് ഷോ കണ്ടിട്ട് വരാം. എനിക്ക് മ്യൂസിക് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ തുമ്മുമ്പോ പോലും അതിലൊരു മ്യൂസിക് ഉണ്ടാവും. ദാ നോക്കിക്കേ. യോ യോ ഹണി പൂച്ച. ഇപ്പൊ വേണ്ട ഹണി, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. നമ്മൾ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയില്ലെങ്കിലേ നമ്മളെ എല്ലാരും കൂടെ ട്രംപറ്റ് വായിച്ചെടുക്കും. പക്ഷേ ദാ ഇവിടെ ആദ്യമായിട്ടൊരു ട്രംപറ്റ് ഷോ നടക്കുന്നത്. ഇത് ഞാൻ കണ്ടില്ലെന്നുണ്ടെങ്കിൽ പാവൻ ഡോജർമാൻ വിഷമിക്കും. എടാ, ഇത് പൂച്ചയ്ക്ക് മാത്രമല്ലേ പോവാൻ പറ്റൂ. പോപ്പട്ടിനും ജോർദാറിനും വരാൻ പറ്റില്ലല്ലോ. വരണമെങ്കിൽ തന്നെ പൂച്ചയുടെ വേഷം കെട്ടണ്ടേ. നോട്ട് ഇൻട്രസ്റ്റഡ്. പൂച്ചയാകുന്നതിനേക്കാളും നല്ലത് ഹൽവയാകുന്നതാ. കുറഞ്ഞപക്ഷം ലഡുവിന്റെയും ജിലേബിയുടെയും ഒക്കെ നടുക്കിരിക്കാമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഷോ കാണാൻ പോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ടിരുന്നോളാം. പോപ്പട്ടെ, നീ ഇപ്പൊ ഷോ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഷോക്ക് അടിച്ചല്ലോ. നീ കറക്റ്റ് ആയിട്ട് ഉന്നം വെച്ച് പിടിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോയി ഊഞ്ഞാലാടാം, വാ. ബൈ ബൈ ബൈ, ബൈ. പിന്നെ കാണാം. ഹായ് കിറ്റി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾ കറക്റ്റ് സമയത്താ വന്നത്. ഷോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇപ്പൊ ഈ നാട് മുഴുവൻ എന്നെ ഡോഗർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ പൂച്ചകൾക്ക് വേണ്ടി ഒരു മ്യൂസിക് ഷോ ചെയ്തിരുന്നു. അന്ന് എന്റെ ട്രംപറ്റ് നിലത്ത് വീണ് പൊട്ടിയിരുന്നു. അന്ന് ആ പൂച്ചകളെല്ലാം എന്നെ ഒരുപാട് കളിയാക്കി. അതുകൊണ്ടിപ്പോ ഈ മാജിക് ട്രംപറ്റ് ഉപയോഗിച്ച് അവരെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം എല്ലാ പൂച്ചകളെയും ദാ ഇതുപോലെ ആക്കും. മക്കളെ, നിങ്ങൾക്കുള്ള പണി ദാ വരുന്നുണ്ട്. എന്ത് പറ്റി? നിങ്ങൾക്കെന്താ മറുപടി ഒന്നും പറയാനില്ലേ? അതെന്തായാലും നന്നായി. എനിക്ക് മിണ്ടാതിരിക്കുന്നവരെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ഞാൻ ഈ മാജിക് ട്രംപറ്റ് ഉപയോഗിച്ച് മാജിക്കൽ മ്യൂസിക് വായിക്കാൻ പോകുകയാണ്. ഓൾറെഡി? അതെ, റെഡിയാണ്. കൂട്ടുകാരെ, ഈ മ്യൂസിക് കേട്ടിട്ട് എനിക്ക് എന്തൊക്കെയാ തോന്നുന്നു. എനിക്കും എന്തൊക്കെയോ പറ്റിക്കൊണ്ടിരിക്കുക. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. എല്ലാ പൂച്ചകളും ഇനി എന്നെ ബോസായിട്ട് അംഗീകരിക്കണം. ഇനി ഇവരെല്ലാം എന്റെ അടിമ. ഇവരെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വളരെ മോശപ്പെട്ട ജോലികൾ ചെയ്യിക്കാൻ പോകുകയാണ്. അതിനുശേഷം ഇവർക്ക് ഒരു വിലയും ഉണ്ടാകില്ല. ഇനി മുതൽ ഞാനാണ് ഈ ലോകത്തിൽ പൂച്ചകളുടെ അധിപൻ. ജോണി, ഇനി മുതൽ നിങ്ങൾ വെറും മാണി. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഈ പൂച്ചകൾ കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ട ആർക്കായാലും നാണക്കേട് തോന്നിപ്പോവും. ഇവരെ നമ്മൾ തടഞ്ഞേ മതിയാവൂ പോപ്പാട്ട്. ആ. ഹണി ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ആവാൻ പോകുന്നുള്ളൂ. വേഗം ഈ മുള്ളൊന്ന് എടുക്ക് പോപ്പാട്ട്. എന്റെ ഫ്രണ്ടിനെ ഒരു മുള്ളം പന്നിയാക്കിയല്ലേ, സംശയമുണ്ടോ? സോർദാറെ, ഒരു പ്രത്യേകതരം മ്യൂസിക് ആണല്ലോ ഇത്. എവിടെ നിന്ന് വരുന്നു? മ്യൂസിക്കിന്റെ ശബ്ദം ഇവിടെ നിന്നാണ് വരുന്നത്. ആഹാ, ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. എക്സലന്റ്, കലക്കി. നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വരൂ, നമുക്ക് ഇനി സിറ്റിയിലേക്ക് പോയി നമുക്ക് അടിച്ചു പൊളിക്കാം. ജോണി, ഇനി നീ വെറും മാണി. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ബണ്ണി ഇതുവരെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ ഇല്ല. പക്ഷേ മറ്റൊരു ഡോഗ് പറയുന്നത് അവൻ കേൾക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഡോഗർമാൻ ഹണിയെയും ബണിയും ഒക്കെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കണമെന്നാ. എന്താ ഹിപ്നോട്ടൈസോ? അതെ, എല്ലാ പൂച്ചകളുടെയും ബുദ്ധിക്ക് കുഴപ്പമുണ്ടാക്കിയിരിക്കുക. നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഡോഗർമാനെ തടയണം. നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണം. സംശയമുണ്ടോ? നീ ഇപ്പൊ ബണ്ണിയെ പോലെയാണ് സംസാരിക്കുന്നത് പോപ്പാട്ട്. കണ്ടില്ലേ എന്റെ ട്രംപറ്റിന്റെ മാജിക്? ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. ഇവരിനി എന്നും എന്റെ അടിമയായി ജീവിക്കാൻ പോകുകയാണ്. ഈ പൂച്ചകളെ നാണം കെടുത്താൻ ഇതിലും വലിയ അവസരം എനിക്കിനി കിട്ടില്ല. സോർദാറെ, നീ കേട്ടോ? ഇതൊരു മാജിക്കൽ ട്രംപറ്റ് ആണ്. ഇതുകൊണ്ട് എല്ലാ പൂച്ചകളെയും ഹിപ്നോട്ടൈസ് ചെയ്ത് അവൻ അവരെ അനുസരിപ്പിച്ചുകൊണ്ടിരിക്കുക. അവന്റെ പിടിയിൽ നിന്ന് നമുക്ക് എത്രയും വേഗം അവരെ രക്ഷപ്പെടുത്തണം. സംശയമുണ്ടോ? നീ ഇപ്പൊ ബണ്ണിയെ പോലെയാണ് സംസാരിക്കുന്നത് പോപ്പാട്ട്. ഈ മാജിക്കൽ ട്രംപറ്റ് എന്റെ ജീവനാണ്, ജീവനാണ്, ജീവനാണ്. ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായോ? ആഹാ. പൂച്ചകളെ, എന്റെ ട്രംപറ്റിനെ രക്ഷിക്കണേ. ആരും ഇതുവരെ പാസ് ചെയ്ത് തന്നില്ല. എടാ, നിന്റെ അടുത്ത് പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഫുട്ബോൾ അല്ലേ കളിക്കുന്നത്. ബണ്ണി, നീ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞാൻ ഫ്രണ്ടല്ല, ഞാൻ അടിമയാ. അതും ഡോഗർമാന്റെ അടിമയാ. എന്റെ സുഹൃത്തുക്കളെ കൊണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്യിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? ഇത്രയും പൂച്ചകളെ നമ്മൾക്ക് എങ്ങനെ എതിർത്ത് നിൽക്കാൻ കഴിയും? ഐഡിയ. നീ സത്യത്തിൽ ബണിയെ പോലെയാണ് സംസാരിക്കുന്നത് പോപ്പാൻ. ഐഡിയയും ബണി തരുന്ന ഐഡിയ പോലെയാണെങ്കിൽ കൊള്ളാമായിരുന്നു. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. ഡോഗർമാൻ ചേട്ടൻ വിജയിക്കട്ടെ. നിന്റെ ട്രംപറ്റ് നശിപ്പിച്ച് എല്ലാവരെയും ഞാൻ സ്വതന്ത്രരാക്കിയില്ലെങ്കിൽ എന്റെ പേര് പോപ്പട്ടെന്നല്ല. സംശയമുണ്ടോ? പിടിച്ചവനെ.
പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. ഏയ്, ആ, ആ. ആ ട്രംപറ്റ് എനിക്ക് തരൂ ഫ്രണ്ട്സ്. ഞാൻ ഡോക്ടർമാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ടാണ്. ഇതാണ് അവസരം. ആ ട്രംപറ്റ് നശിപ്പിക്കേ. അയ്യോ വേണ്ട വേണ്ട. അടിപൊളി. കൈയടിക്കേ കൈയടിക്കേ. അല്ല നമ്മളെല്ലാരും ആ ഷോയിലല്ലേ ഉണ്ടായിരുന്നത്, പിന്നെങ്ങനെ ഇവിടെ എത്തിയത്? അതെ, ഇവൻ പൂച്ചകളുടെ എല്ലാം പേര് കളയാൻ വേണ്ടി എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയായിരുന്നു. എടാ ഇങ്ങോട്ട് വാടാ. നീ ഏത് വാ കൊണ്ട് ട്രംപട്ട് വായിച്ചോ ആ വാ ഞാൻ പൊട്ടിച്ചേരാം. ഞങ്ങളൊക്കെ അവമാനിക്കാൻ നോക്കിയാണല്ലേ നീ. ഇനി മേലിൽ ആരെ ഇങ്ങനെ പറ്റിക്കാൻ നോക്കരുത് കേട്ടോടാ. നീ ചെയ്ത തെറ്റെന്താണെന്ന് നീ മനസ്സിലാക്കണം. സംശയമുണ്ടോ? പറയുന്ന മര്യാദയ്ക്ക് കേട്ടോ. നീ കാരണം നശിച്ചുപോയ ഈ സിറ്റി ശരിയാക്കേണ്ടത് നിന്റെ തന്നെ കടമയാണ്. ജോർദാറും പോപ്പട്ടും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലായി പോയേനെ. Thank you, Popat. Thank you, Zordar.